ഹായ് മക്കളെ, അനുമോദ് സാറാണ്. അപ്പോൾ നമുക്ക് നാളത്തെ എക്സാമിനിടാ 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, സർക്കിൾ ആൻഡ് ആംഗിൾസ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സെക്കൻഡ് ഡിഗ്രീൻ്റെ തുടക്കം. ഓക്കെ, മലയാളത്തിൽ സമാന്തര ശ്രേണികളും ബീജഗണിതവും വൃത്തങ്ങളും കോണുകളും, അതേപോലെ തന്നെ സാധ്യതകളുടെ ഗണിതം, അതേപോലെ തന്നെ ലാസ്റ്റ് രണ്ടാം കൃതി സമവാക്യത്തിൻ്റെ തുടക്കം. ഈ 5 ചാപ്റ്ററിൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ് നല്ല അടിപൊളി സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇതൊന്ന് ഓരോന്നോരോന്ന് എങ്ങനെയാണ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം. മക്കളെ കൃത്യമായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഫസ്റ്റ് വൺ വരുന്ന അരിത്തമാറ്റിക് സീക്വൻസ് എന്നാണ്. ഇങ്ങനെയാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഒന്ന് മക്കൾ ഓരോന്നോരോന്ന് കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ d = x2 - x1, അതായത് നമ്മുടെ പൊതുവ്യത്യാസം കാണാൻ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക. പിന്നെ കോമൺ ഡിഫറൻസ് കാണാൻ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊതുവ്യത്യാസം d = പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അല്ലേ? ഈ ശ്രേണിയിലെ ഒരു പദമാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു ശ്രേണിയിലെ പദമാണോ നോക്കാൻ മക്കൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക, എന്നിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. ഓക്കെ, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദത്തിൻ്റെ പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും. ഓക്കെ, പിന്നെ n = xn - x1 / d+1, നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, പിന്നെ എ ബി സി അടുത്തടുത്ത 3, ഇതവിടെ കാണുന്നുണ്ടോ? എ ബി സി ശ്രേണിയിൽ അടുത്തടുത്ത 3 പദങ്ങളാണെങ്കിൽ ബി കാണാൻ നടുവിലുള്ള പദം കാണാൻ എയും സിയും കൂടി കൂട്ടുക, പകുതിയാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പഠിക്കുന്ന പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. സം ഈസ് ഈക്വൽ ടു എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഓക്കെ, മധ്യമതം കാണാൻ തുക ബൈ എണ്ണം. അതേപോലെ തന്നെ ജോഡികളുണ്ട്, ജോഡികളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ ജോഡിയുടെ തുക എന്ന് പറഞ്ഞാൽ തുക ബൈ ജോഡികളുടെ എണ്ണം. എത്ര ജോഡികൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പദത്തിൻ്റെ പകുതി ജോഡികൾ ഉണ്ടാവും. പഠിച്ചു വെച്ചോളാം മക്കളേതാ ഇക്വേഷൻസ് ഇതാണ്, കൃത്യമായിട്ട് പഠിച്ചോളുക. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ്. ഓക്കെ, ഇതിൽ നമ്മൾ ഒരു ടേം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്താൽ മതി? ആദ്യ പദത്തിനോട് ഇത്ര d, എത്രാമത്തെ ടേമാണ് അതിനേക്കാൾ 1 കുറവ്. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഇപ്പോൾ 5ാം പദമാണ് കാണേണ്ടതെങ്കിൽ 1ാം പദത്തിനോട് എത്ര d? 4d. 5 1 കുറച്ചതാണ് 4. ആ രീതിക്ക് ചെയ്യുക. ഓക്കെ, മധ്യപദം കാണാൻ മധ്യപദവും ജോഡികളുടെ എണ്ണം എന്തായാലും ഇക്വേഷൻ പഠിച്ചു വെക്കണം, ചോദിക്കും. നെക്സ്റ്റ് രണ്ടാമത്തെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. സർക്കിൾസ് ആൻഡ് ആംഗിൾസിനകത്ത് ഇക്വേഷൻസ് ഇല്ല, പക്ഷേ ഒരു 5-6 ടൈപ്പ് സർക്കിൾസ് പഠിക്കാനുണ്ട്. മക്കൾ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് സർക്കിൾ ഇതാണ്. ഇവിടെ x ആണെങ്കിലടാ മോൾ x/2 ആയിരിക്കും. ഇവിടെ y ആണെങ്കിലടാ ഇവിടെ y/2 ആയിരിക്കും. ഫസ്റ്റ്. രണ്ടാമത്തെ പഠിക്കാനുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ എക്സും വൈയും കൂടെ കൂട്ടിയാൽ 150 ഡിഗ്രി ആയിരിക്കും. എക്സും വൈയും ഈ എക്സും വൈയും കൂടെ കൂട്ടിയാൽ 150 ഡിഗ്രി. ഓക്കെ, അതിനെ നമ്മൾ ചക്രീയ ചതുർഭുജം എന്നായിരുന്നു പറയുക. പിന്നെ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണ്. ഇത്രയും സാധനങ്ങളെ പഠിക്കാനുള്ളൂ. പിന്നെ ഒരു ചക്രീയ ചതുർഭുജത്തിലെ എതിർകോണുകളുടെ തുക 150 ആയിരിക്കും. ഇത്രയും സാധനം പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ഏതാ? അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഞാൻ പറഞ്ഞത് അവിടെ ഉണ്ട്. അൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണാൻ xn = dn + f - d. ഏതാ ഫസ്റ്റ് ഇക്വേഷൻ? എന്താ? xn = dn + f - d. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2 5 8 ഇതിൻ്റെ ബീജഗണിതം കാണണമെങ്കിൽ d3 f 2 അല്ലേ? അപ്പോൾ xn = കൊടുക്കുക, എന്ത് കൊടുക്കുക? 3n + അല്ലേ, 3n + 2 - 3 = 3n - 1 ഇങ്ങനെ കിട്ടും. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? ഇതിന് നമുക്ക് ജനറൽ ഫോം an + b ആണ്. an + b ആണെങ്കിൽ d എന്ന് പറയുന്നത് എയും f എന്ന് പറയുന്നത് a + b ആയിരിക്കും. ഓക്കെ, സിമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 3n + 4 ആണെന്ന് വെച്ചോ. ഇതിൻ്റെ നമുക്ക് d കാണാൻ എന്ത് ചെയ്താൽ മതി? n-ൻ്റെ കൂടെയുള്ള സംഖ്യ 3. എഫ് കാണാൻ എന്ത് ചെയ്താൽ മതിടാ? 3ഉം 4ഉം കൂടെ കൂട്ടിയ 4 3 7. സിമ്പിൾ. ഇതാണ് ഫസ്റ്റ്. രണ്ടാമത്തെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ തുകയുടെ ബീജഗണിതം. എന്താ? d/2n² + f - d/2n. SN = കുറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ടാകുക an² + pn, അല്ലെങ്കിൽ എന്തായിരിക്കും? pn² + qn എന്ന് പറയുന്ന സാധനമായിരിക്കും. ഓക്കെ, d എന്ന് പറയുന്നത് പിയുടെ ഇരട്ടിയും f എന്ന് പറയുന്നത് p + q. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ എണ്ണൽ സംഖ്യ ആണെങ്കിൽ n × n + 1/2. ഇരട്ട സംഖ്യ ആണെങ്കിൽ n × n + 1 അല്ലെങ്കിൽ n² + n. ഒറ്റ സംഖ്യ ആണെങ്കിൽ n². പിന്നെ ഇവിടെ കണ്ടോ, തുക
Sn is equal to n/2 into x1 plus xn. അതാണ് മക്കളെ നമ്മുടെ എന്ത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൻ്റെ അകത്ത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ഡിഗ്രീൻ്റെ അകത്താണ്. സെക്കൻഡ് ഡിഗ്രി മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൻ്റെ അകത്ത് എന്തില്ല, ഒരു ഇക്വേഷൻസും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം പഠിക്കണം. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യേൻ്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അഭാജ്യ സംഖ്യയുടെ 1 മുതൽ 10 വരെ എഴുതി വെച്ചോ 4 എണ്ണം, 1 മുതൽ 20 വരെ മക്കളെ 8 എണ്ണം, 1 മുതൽ 30 വരെ മക്കളെ എത്ര എണ്ണം, 10 എണ്ണം, 1 മുതൽ 40 വരെ മക്കളെ 12 എണ്ണം, 1 മുതൽ 50 വരെ 15 എണ്ണം, 1 മുതൽ 100 വരെ 25 എണ്ണം. ഇനി 2 ഡിജിറ്റ് പ്രൈം എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ, 2 അക്ക അഭാജ്യം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 21 കേട്ടോ. ടോട്ടൽ 2 ഡിജിറ്റ് നമ്പറോ 90 ആണ്. 3 ഡിജിറ്റോ 900 ആണ്. എത്ര പൂർണ്ണവർഗങ്ങളുണ്ട്? പൂർണ്ണവർഗങ്ങൾ 6. പൂർണ്ണവർഗം കേട്ടോ, പൂർണ്ണവർഗം, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇത്രയും സാധനം നമ്പേഴ്സ് പഠിക്കണം മക്കൾ. സെറ്റാണ്. ഇനി സെക്കൻഡ് ഡിഗ്രി പലർക്കും എടുത്തിട്ടുണ്ടാവില്ല, എന്നാലും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ അകത്ത് നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ ഒരു ഭാഗമുണ്ട്. എന്ത്? a+b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² + 2ab + b² ആണ്. a-b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² - 2ab + b² ആണ്. അതേപോലെ തന്നെ a² - b² is equal to a + b into a - b. ഇനി വർഗത്തീവ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഒന്നുമില്ല, ഇവിടെ x² + 4x, അതായത് നിങ്ങൾക്ക് തന്നൊരു ഇക്വേഷൻ ax² + bx = c എന്ന ഫോം ആണെങ്കിൽ ax² + bx എന്ത് ചെയ്യുക? ബിയുടെ പകുതി b/2 ഹോൾ സ്ക്വയറിന് 2 സൈഡിലും ആഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് കംപ്ലീറ്റ് ആയി. ഇത് ഓരോന്നും എടുത്ത് എഴുതി വെച്ചോളൂ. ഇന്ന് തന്നെ ഇതിനോട്ട് ഒരു മൈക്രോബിറ്റ് പോലെയാണ് ഞാൻ തന്നിട്ടുള്ളത്. കൃത്യമായിട്ട് ഇത് പഠിച്ചോളൂ. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്ന അറിയാൻ അപ്പം വന്നാൽ മതി. കൃത്യം 7:30 സാറിൻ്റെ ലൈവ് ഉണ്ട്. നമ്മൾ SSLC മാത്സിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഇന്ന് എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് പറയും. ലൈവിലെത്തിക്കോളാം.